മെർലിന്റെ മരണവുമായി മാനേജ്മെന്റിന് ഒരു ബന്ധവുമില്ല. അപ്പോ മറ്റാർക്കോ ബന്ധമുണ്ടെന്ന് അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സൂയിസൈഡ് ആണെന്നാണ് എല്ലാവരും പറയുന്നതെന്നാ. അപ്പൊ മാഡത്തിന് ഉറപ്പില്ല. ടെൽ മീ മാഡം, മെർലിൻ ഇവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ പ്രൊഫഷണൽ ജെലസിയോ മറ്റോ? നോ, എന്റെ അറിവിലില്ല. ഇവിടെ എല്ലാവരുടെയും പെറ്റായിരുന്നു മെർലിൻ. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോമിസിംഗ് ആയ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. സംടൈംസ് ഗോഡ് ഈസ് സോ ക്രൂവൽ. ക്രൂവൽ ഗോഡാണോ അതോ? നോ മാഡം, ഞങ്ങളുടെ ഭാഗത്തു നിന്നും മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതായത് മെർലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നല്ലേ? ടു ബി വെരി ഫ്രാങ്ക്, എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. ഓക്കെ, അന്ന് മെർലിന്റെ ബാച്ചിലുണ്ടായിരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. മാഡം, 30 പേരായിരുന്നു ആ ബാച്ചില്. അവരിൽ പലരും ഇപ്പോ ജോലി കിട്ടി UK-ലും US-ലും ഒക്കെയാണ്. മറ്റുള്ളവരെല്ലാം ഡൽഹി, മുംബൈ അങ്ങനെ പലയിടത്തുവാ. ഒരു പ്രൈമറി എൻക്വയറി എന്ന നിലയിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. എനിവേ, വൈറ്റൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയാൽ പ്ലീസ് ഗിവ് മീ റിംഗ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതൊന്നും സത്യമല്ലെങ്കിൽ യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. സീ യു. മാഡം, ആ ബാച്ചിലെ ഒരു കുട്ടി 2 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ജോലി മതിയാക്കി ഇവിടെ ഒരു മെഡിക്കെയർ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. വാട്ട്സ് ഹെർ നെയിം? സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാലാഖമാർ. സാധാരണ നഴ്സുമാരെ ഉപമിക്കുന്നത് അങ്ങനെയാണ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ മുതൽ മദർ തെരേസ വരെ. പക്ഷെ ഇപ്പോ സമർത്ഥമായി കൊല്ലാനും അത് മൂടിവെക്കാനുമുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ഒരു നഴ്സിനുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമത. യെസ്, മെർലിൻ ജോൺ, ഒരുമിച്ച് പഠിച്ച ആത്മസുഹൃത്ത്. ആ ആത്മസുഹൃത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മമത ഇത് പുറത്തു പറഞ്ഞില്ല? മാഡം, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. മെർലിൻ കൊല്ലപ്പെട്ടതാണെന്നുള്ള കാര്യം തന്നെ മാഡം ഇപ്പൊ പറയപ്പെടാ ഞാൻ അറിയുന്നത്. മെർലിൻ എന്റെ ബാച്ചിലായിരുന്നെന്നുള്ളത് സത്യ. കണ്ടാച്ചിരിക്കുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. നോ, അങ്ങനെയല്ലല്ലോ മമത കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ തമ്മിൽ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മെർലിന്റെ പല കാര്യങ്ങളും മമതയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ മരണം സൂയിസൈഡ് ആണെങ്കിൽ കൂടി അതിന്റെ ഒരു റീസണും മെർലിൻ മമതയോട് പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മമതയ്ക്ക് അറിവുണ്ടായിരിക്കണം. നോ മാഡം, ഒരിക്കലും മെർലിൻ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ മമത പറഞ്ഞു വരുന്നത് മെർലിൻ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. എങ്ങനെ കൊന്നു? ആര് കൊന്നു? എന്തിനു വേണ്ടി കൊന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. ടെൽ മീ ദ ട്രൂത്ത്. എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം മെർലിൻ ഉണ്ടായിരുന്നിരിക്കും. അത് കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും. നോ വേ, അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ടൈപ്പ് അല്ല മെർലിൻ. എന്തോ ഒരു പ്രോബ്ലം മെർലിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഐ ആം അബ്സല്യൂട്ട്ലി ഷ്യൂർ. അതെന്താണ്, ഏതാണ്? ചിലപ്പോ മെർലിനെ കെട്ടാനൊരു നാളായിരിക്കാം, അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരുപക്ഷേ നീയുമായിരിക്കാം. എന്താ, അങ്ങനെയും ആയിക്കൂടെ? ഞാൻ പറഞ്ഞത് സത്യ മാഡം. മെർലിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഐ ആം ടോട്ടലി ബ്ലാങ്ക്. യെസ്, ഐ നോ യു ആർ ടോട്ടലി ബ്ലാങ്ക്. പക്ഷെ തനിക്കെല്ലാം അറിയാം. അതെനിക്കും അറിയാം.
അഴകേറും പാട്ടും മമത 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 നിനക്കെന്നെ അറിയില്ലല്ലേ? ഇതാണ് അവരുടെ അഡ്രസ്. ഇവർ രണ്ടുപേരായിരുന്നു മെർലിന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ്. ഒരാളിപ്പോ അമേരിക്കയില, രണ്ടാമത്തെ ആൾ സുഹ്റ മുംബൈയിലും. ഇവരിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് മമതയ്ക്ക് തോന്നാൻ കാരണം? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ കൂടി സുഹ്റയും മെർലിനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നൗ യു ക്യാൻ ഗോ. വീണ്ടും വരേണ്ടി വരും. മാഡം, ഇന്നലെ എനിക്ക് മെർലിന്റെ ഫേസ്ബുക്കിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്ട് യു മീൻ? മരിച്ച മെർലിന്റെ മെസ്സേജോ? അതെ മാഡം. അത് കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതൊക്കെ വെറും തോന്നലല്ലേ. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അല്ല മാഡം, റിലാക്സ്. മാഡം, മരിച്ച മേർലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് മെസ്സേജ് വരാന്ന് പറഞ്ഞ അപ്പൊ ഗോസ്റ്റ് മെസ്സേജ് അയക്കോ? ഷുവർ. ചിലപ്പോ ആ ഗോസ്റ്റ് SP ദീപിക മേനോന്റെ രൂപത്തിലും വരും, മെസ്സേജ് അയക്കുകയും ചെയ്യും. ഓഹോ, അപ്പൊ അത് മാഡത്തിന്റെ പ്ലേ ആണല്ലേ? ഈ പ്ലേയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്ലീൻ എവിഡൻസ് ആണ്. സുഹറ ഹമീദ്, RP ലെയ്ൻ, അന്ധേരി വെസ്റ്റ്.